നമസ്കാരം. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2014 ആണ്ടിൽ പ്രാഥമികമായിട്ട് പല കാര്യങ്ങളും ഈ വർഷത്തിൽ കഴിഞ്ഞ വർഷം ജൂൺ മാസം മുതൽ 2013 ജൂൺ മാസം മുതൽ തന്നെ ഏറ്റെടുത്തിട്ടുണ്ടാകുമെങ്കിലും പരമാവധി ജൂൺ മാസത്തിൻ്റെ ഈ 2014 ജൂണിൻ്റെ മുമ്പേ തന്നെ പൂർത്തീകരിക്കുകയായിരിക്കും നന്നാവുക. അഥവാ പൂർത്തീകരിക്കാൻ സാധിച്ചില്ലെങ്കിൽ 2015 ജൂലൈക്ക് ശേഷം മാത്രമേ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. തൊഴിൽ മേഖലകളിൽ നിസ്സാരം എന്ന് തോന്നുന്ന പല കാര്യങ്ങളും ജൂലൈ മാസം മുതൽ വളരെ ക്ലേശം സഹിക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും. ആർജിച്ച വിജ്ഞാനവും ആർജിച്ച സമ്പത്തും ആർജിച്ച വിജ്ഞാനം നഷ്ടപ്പെടുകയില്ലെങ്കിലും പലപ്പോഴും ഓർമ്മശക്തി കുറയുവാനിടയുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ ജൂൺ മാസം വരെ സാമ്പത്തികമായിട്ടുള്ള നേട്ടം പല പ്രകാരത്തിലും വന്നു ചേരുമെങ്കിലും ജൂൺ മാസം മുതൽ എല്ലാ കാര്യങ്ങളിലും ഒരു ആത്മനിയന്ത്രണം വേണ്ടതാണ്. കൂടുതൽ പണം മുതൽ മുടക്കിയുള്ള പ്രവൃത്തികളിൽ നിന്നും ജൂൺ മാസത്തിന് ശേഷം ഒഴിവാകുകയായിരിക്കും നന്നാവുക. അഭീഷ്ടകാര്യ കാര്യങ്ങളെല്ലാം സാധിക്കുന്നത് പക്ഷം പലപ്പോഴും ആത്മവിശ്വാസം ഒക്കെ വർദ്ധിക്കുവാനിട വരുമെങ്കിലും ജൂൺ മാസം മുതൽ എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങളാണ് ഉണ്ടാവുക. ഈ തരുണത്തിൽ എല്ലാ കാര്യങ്ങളിലും ഒരു ആത്മനിയന്ത്രണം, ഒരു ആത്മപരിശോധന നിർബന്ധമായും വേണ്ടതാണ് എന്ന് പറയുന്നു. മാനഹാനി ഒഴിവാക്കുവാനായിട്ട് ഒരു പക്ഷേ അധികാരസ്ഥാനം വേണ്ടെന്ന് വയ്ക്കുവാനിടയുണ്ട്. അറിവുള്ള പല കാര്യങ്ങളും ജൂൺ മാസത്തിന് ശേഷം മറന്നു പോകുവാനുള്ള സാഹചര്യം ഉണ്ടായിത്തീരും. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ പുതിയ ആശയം അവലംബിക്കുവാനിട വരുമെങ്കിലും 2014 ജൂൺ മുതൽ 2015 ജൂൺ വരെ അത്ര നന്നല്ല. അവലംബിക്കുന്നത് പ്രതീക്ഷിച്ച പോലെ നേട്ടം ഉണ്ടാവുകയില്ല എന്ന് പറയുന്നു. അറിവുള്ള പല കാര്യങ്ങളും അവതരിപ്പിക്കുവാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. പാഠ്യപദ്ധതി, ചർച്ചകൾ, സന്ധി സംഭാഷണം മുതലായവയൊക്കെ തന്നെ ജൂൺ മാസത്തിന് മുമ്പ് പൂർത്തീകരിച്ച് അവലംബിക്കുകയായിരിക്കും നന്നാവുക. ഈ വർഷം ഒരു പക്ഷേ വിദഗ്ധമായിട്ടുള്ള ചികിത്സകളാൽ ഗർഭം ധരിക്കുവാനിട വരുമെങ്കിലും ആഗസ്റ്റ് മാസം മുതൽ ഗർഭം അലസുവാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഒരു പക്ഷേ ഉദ്യോഗത്തിൽ നിന്നും വിരമിക്കേണ്ടതായ സാഹചര്യമോ ഉദ്യോഗത്തിൽ നിന്നും അവധിയെടുക്കേണ്ടതായ സാഹചര്യമോ ഉണ്ടായിത്തീരും. ഗർഭപരിരക്ഷ വളരെയധികം വേണ്ടിവരും. യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കി വിശ്രമ ജീവിതം ഉണ്ടായിക്കൊണ്ട് 2015 ആണ്ടിൽ സന്താന ഭാഗ്യം ഉണ്ടാകുവാനാണ് സാധ്യത കാണുന്നത്. മുൻഗണനാക്രമത്തിൽ ഏതൊരു കാര്യവും 2014 ജൂണിന്റെ മുമ്പ് തീർക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. ജൂൺ മാസം മുതൽ ഏതൊരു കാര്യവും വളരെ ശ്രദ്ധയോടും കൂടിയും സൂക്ഷ്മതയോടും കൂടി അനുവർത്തിക്കേണ്ടതാണ്. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്വങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും ജൂൺ മാസത്തിന് ശേഷം അബദ്ധമായി തീരും എന്നുകൂടി പറയുന്നു. മകം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2014 ആണ്ടിലെ ഫലങ്ങളാണ് പറഞ്ഞത്.